നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഇറങ്ങാൻ ഇറങ്ങാൻ നടക്ക്. ഇവിടെ എന്തിനാ കൊണ്ടുവന്നേ? കണ്ടില്ലേ രജിസ്റ്റർ ഓഫീസർ? ഇവിടുന്ന പ്രമാണം രജിസ്റ്റർ ചെയ്തല്ലേ? ആര് പറഞ്ഞു? ഈ ഓഫീസ് അല്ല. അല്ലേ? ഉറപ്പായിട്ടും അല്ല. പിന്നെ പോലീസ് സ്റ്റേഷനിലാ ശ്യാമ പ്രമാണോപ്പെട്ടത്? അല്ല, ഇത് മറ്റൊരു രജിസ്റ്റർ ഓഫീസാ. വെറുതെ കള്ളം പറയരുത്. സത്യാ പറയുന്നേ. സാറേ, ഇവിടെ 2 ദിവസം മുൻപ് ശ്യാമ ഐശ്വര്യയുടെ പേരിൽ കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുക്കൾ രജിസ്റ്റർ ചെയ്തോ? ഏത് ശ്യാമ? ഗായിക ശ്യാമ. ഗായിക ശ്യാമ അറിയാം. പക്ഷെ ഇവിടെ ശ്യാമ വന്നിട്ടുമില്ല, അങ്ങനെ ഒരു പ്രമാണം നടന്നിട്ടുമില്ല. ഞാൻ പറഞ്ഞില്ലേ, ഇതല്ല സ്ഥലം. അപ്പുറത്ത് മറ്റൊരു രജിസ്റ്റർ ഓഫീസാ. അപ്പുറത്ത് മറ്റൊരു രജിസ്റ്റർ ഓഫീസോ? ഇവിടെ അടുത്തൊന്നും മറ്റൊരു രജിസ്റ്റർ ഓഫീസ് ഇല്ല, അത് അനുവദിക്കുകയില്ല. മാഡം, ഇയാള് കള്ളം പറയാണ്. കുറച്ചപ്പുറത്ത് ആ ബാങ്കിനടുത്ത് ഒരു രജിസ്റ്റർ ഓഫീസ് ഉണ്ട്. താൻ എന്താ കളിയാക്കി ചിരിക്കുന്നേ? മാഡം വാ, ഞാനത് കാണിച്ചു തരാം. മാഡം വാ മാഡം, ഇവിടെ തൊട്ടടുത്താ. പോ. മാഡം, ഇത് തന്നെയാ. ഇതാണ് ഇവിടുത്തെ രജിസ്ട്രാർ ഓഫീസ്. വാ മാഡം. മാഡം, ശരിക്കും ഇവിടെ ആയിരുന്നു രജിസ്റ്റർ ഓഫീസ്. ഇവിടെ ഈ ബിൽഡിംഗിൽ തന്നെ, സംശയമില്ല. ഇവിടെ രജിസ്ട്രാർ ഇരുന്നത്. ശ്യാമ എഗ്രിമെന്റ് സൈൻ ചെയ്തത് ഇവിടെ വെച്ചിട്ടാണ്. ഇതിപ്പോ എന്താ പറ്റിയത്? മനസ്സിലാവുന്നില്ല. അവരൊക്കെ എവിടെ പോയി? ഞങ്ങളോടാണോ അത് ചോദിക്കുന്നേ? മാഡം, ഈ ബിൽഡിംഗ് 5-6 വർഷമായി ആരും ഉപയോഗിക്കാതെ കിടക്കുകയാണ്. കള്ളം പറയരുത്. ഇത് തന്നെയായിരുന്നു സ്ഥലം. മതി മതി, ബാക്കിയൊക്കെ സ്റ്റേഷനിൽ പോയിട്ട്. മാഡം ഒന്ന് വിശ്വസിക്ക്, ഞാൻ പറയുന്നത് വിശ്വസിക്ക്. വായടച്ചു വെക്ക്. ഇനി കൂടുതൽ സംസാരിച്ചാ നിന്നെ കൊണ്ടുപോകുന്നതേ മെന്റൽ ഹോസ്പിറ്റലിലേക്കായിരിക്കും. അയ്യോ മാഡം, ഞാൻ ഐശ്വര്യ മാഡം ആകെ ഉടായിപ്പാണല്ലോ. മാഡം, എന്താ ആലോചിക്കുന്നേ? പിടിച്ച് വണ്ടി കയറ്റ. നടക്കാനല്ലേ പറഞ്ഞേ? നിന്നോടാ പറഞ്ഞേ. അവന്റെ അടുത്ത് പോയി നിക്ക്. ചേച്ചി വന്നേ, വാ. അവിടെ നിന്നാ പറ്റത്തില്ല, നീ വന്നേ. വരാൻ നിക്ക്. ഇനി ഏറ്റവും അടുത്ത ശുഭമുഹൂർത്തത്തില് അരുണിന്റെ അശ്വതിയുടെ വിവാഹം. എന്തു പറയുന്നു?
കല്യാണം ഓഡിറ്റോറിയത്തിൽ വെച്ച് വേണോ അതോ ക്ഷേത്രത്തിൽ വെച്ച് വേണോ? എവിടെയായാലും ഫുൾ ചുമതല ഞാനും ആക്കി കയറ്റു, അല്ലടാ? അത് നല്ലതാ. വിവാഹം ഗ്രാൻഡ് ആവും, സമ്മതിച്ചു. മുത്തശ്ശി, അപ്പൊ അരുണങ്ങളുടെ അമ്മയുടെ വിവാഹം ഫിക്സ് ചെയ്തു അല്ലേ? ആ മോള് ഹാപ്പിയല്ലേ? പിന്നെ എനിക്ക് എന്ത് സന്തോഷാന്നോ. മുത്തശ്ശി എനിക്കൊരു വാക്ക് തന്നിരുന്നു, മറന്നുപോയോ? എന്ത്? വിവാഹം ഫിക്സ് ചെയ്താ അരുണങ്ങളുടെ അച്ഛാന്ന് വിളിക്കാൻ എന്നെ സമ്മതിക്കാന്നാ മുത്തശ്ശി പറഞ്ഞിരുന്നേ. അങ്ങനെ ഞാൻ പറഞ്ഞു. പറഞ്ഞു. ആ ഞാൻ അരുണങ്ങളുടെ അച്ഛാന്ന് വിളിച്ചാട്ടെ. എന്റെ മോൻ അരുൺ ശ്രീകുട്ടി മോളുടെ അച്ഛനാ. ഏ, മുത്തശ്ശി എന്താ പറഞ്ഞേ? അരുണങ്ങൾ എന്റെ അച്ഛനാണോ? ശരിക്കും എന്റെ അച്ഛനാ? അതെ മോളെ, ശ്രീകുട്ടി മോളുടെ അച്ഛൻ ഇതാ. സത്യാണോ? എന്റെ അച്ഛനാണോ? മോള് അച്ഛന് ഞാനാ മോളുടെ അച്ഛൻ. അച്ഛാ, ശ്രീകുട്ടി, ശ്രീകുട്ടി, ഞാനാ നിന്റെ അച്ഛൻ. നീ എന്റെ മോളാ. മോള് അച്ഛനൊന്ന് വിളിക്കും മോളെ, വിളിക്കും മോളെ. അച്ഛാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.